ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിലൊന്നാണ് തലമുറ തലമുറയായി മാനവരാശിയുടെ നിലനിൽക്കുക. ആരം കൊണ്ടോ മനുഷ്യൻ്റെ ബലം കൊണ്ടോ ഒരിക്കൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിലനിർത്താൻ കഴിയില്ല എന്ന് ബോധ്യം വന്നവരാണ് നമ്മൾ. ചിരിക്കുന്ന ജീവൻ്റെയും സമൃദ്ധിയുടെയും ഒക്കെ മൂല കാരണം കർത്താവ് മാത്രമാണ്, ദൈവം മാത്രമാണ്. ചെറിയ ചിന്ത നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കട്ടെ. അതിന് ആധാരമായി യോഹന്നാൻ്റെ സുവിശേഷം അധ്യായം 10 വാക്യം വായിക്കട്ടെ. അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായി ജീവനുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. പെൻഗ്വിൻ എന്ന പക്ഷിയുടെ പ്രജനന പ്രക്രിയ അറിയാത്തവർ പലരുമല്ല നമ്മൾ. നമുക്ക് സ്കൂളിൽ പഠിക്കുമ്പോഴും അല്ലാതെയുമുള്ള അറിവിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അറിയാത്തവർക്കായിട്ട് ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ദക്ഷിണ ധ്രുവ പ്രദേശങ്ങളിൽ വളരുന്ന താറാവിനെ പോലെയുള്ള ഒരു പക്ഷിയാണ് പെൻഗ്വിൻ. വെള്ളത്തിൽ നീന്തിയാണ് നടക്കുന്നത്. പറക്കാൻ അതിന് കഴിവില്ല. തണുത്തുറഞ്ഞ അന്തരീക്ഷത്തിലും അതിൻ്റെ ജീവൻ നിലനിർത്താൻ ആവശ്യമായ എല്ലാ ഘടകങ്ങളും സ്വർഗത്തിലെ ദൈവം അതിൻ്റെ ശരീരത്തിൽ നൽകിയിട്ടുണ്ട്. അത് മുട്ടയിടുന്ന സമയമാകുമ്പോൾ പ്രത്യേകത ആരംഭിക്കും. അതായത് മുട്ടയിട്ട് കഴിഞ്ഞാൽ പെൺ പക്ഷിയുടെ കടമ കഴിഞ്ഞു. അതിനുശേഷം ആ മുട്ടയുടെ മുകളിൽ അടയിരിക്കുന്നത് ആൺപക്ഷിയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മുടെ നാട്ടിലെ കോഴികൾ അടയിരിക്കാൻ 1 മണിക്കൂർ ഇരുന്നിട്ട് വെളിയിൽ പോയി തീറ്റി തിരിച്ചു വരും, അങ്ങനൊന്നുമില്ല. ഏകദേശം 2 മാസത്തോളം ആ മുട്ടയുടെ മുകളിൽ ഒരേ നിൽപ്പാണ്, അനങ്ങാൻ പറ്റാതെ, ഒന്നും കഴിക്കാതെ, ഉപവാസത്തോടെ നമ്മൾ പറയത്തില്ലേ എന്ന് പറഞ്ഞതുപോലെ യാതൊരു കഴിഞ്ഞ് ആ കുഞ്ഞ് പുറത്തു വരുമ്പോൾ മാത്രമേ അതിന് പിന്നെ അവിടെ നിന്ന് മോചനമുള്ളൂ. നോക്കണേ, നമുക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായ ജീവനുണ്ടാകുവാനും കർത്താവ് ഇങ്ങനെ ഒരു 2 മാസത്തെ പരിപാടിയല്ല ചെയ്തതെന്ന് ഓർത്തോണേ. കാൽവരി ക്രൂശിൽ മാനവരാശിയുടെ പാപങ്ങൾക്ക് പരിഹാരമായി പിടഞ്ഞു മരിക്കുമ്പോഴും താൻ ഒരു കാര്യം നമുക്ക് അവശേഷിപ്പിച്ചിട്ടാണ് പോയത്. നിങ്ങൾക്ക് ജീവനുണ്ടാകുവാൻ, സമൃദ്ധിയായ ജീവനുണ്ടാകുവാനാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. അതേ പ്രിയരെ, ജീവിതത്തിലെ ഏത് ഘട്ടങ്ങളിലും നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്, നമുക്ക് ജീവൻ നൽകാൻ, സമൃദ്ധിയായ ജീവൻ നൽകാൻ നമ്മുടെ കർത്താവ് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. തീർച്ചയായിട്ടും അത് നമുക്ക് പ്രതീക്ഷയ്ക്കും പ്രത്യാശയ്ക്കും വക നൽകുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, അടിയങ്ങളെല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ജീവൻ നൽകുവാൻ അങ്ങ് സ്വയം യാഗമായി തീർന്നു, മരണമേറ്റെടുത്തു. പുനരുത്ഥാനത്തോടെ ജീവൻ്റെ ശക്തി എന്തെന്ന് ലോകത്തെ കാട്ടിക്കൊടുത്തു. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വലിയ പ്രത്യാശ നൽകാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.